ഒരു വർഷമായില്ലേ ആദർശേട്ടാ, ഇതുവരെ അമ്മയ്ക്ക് യാതൊരു സ്നേഹമില്ല എന്നോട്. ആദർശ് പറയുന്നുണ്ട്, നീ വന്ന വഴി അങ്ങനെ ആയതുകൊണ്ടാ അമ്മയ്ക്ക് ഇപ്പോഴും നിന്റെ വെറുപ്പ്. അതൊന്ന് സാരാക്കണ്ട, പതിയെ പതിയെ അതൊക്കെ മാറിക്കോളും എന്ന് ആദർശ് പറയുന്നുണ്ട്. അല്ല ആദർശേട്ടാ, ഇത്രയും കാലമായില്ലേ, ഇനിയെങ്കിലും അമ്മ എന്നെ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ സമാധാനപ്പെട്, അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, എനിക്കും കൊതിയാവുന്നുണ്ട്. ജാനകി ചെറിയമ്മ കണ്ടില്ലേ എന്തുമാത്രം കെയറിങ്ങില്ല എന്നോട് പെരുമാറുന്നത്. അതുപോലെ എന്റെ അമ്മാവനെ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വീടൊരു സ്വർഗ്ഗമായനെ എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മളെ ഉദ്ദേശിച്ച് നടന്നെങ്കിൽ പിന്നെ ഇങ്ങനെ വല്ല ആവശ്യമുണ്ടോ നയന എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അതും ശരി ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിനെ ഒരുക്കി നയന ഓഫീസിലേക്കൊക്കെ വിടുന്നുണ്ട്. അതിനുശേഷം ആദർശ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, നയന ഒരു കാരണവശാലും അമ്മയോട് തിരിച്ച് സംസാരിക്കുകയൊന്നും ചെയ്യരുത്. അമ്മ പറഞ്ഞിട്ട് പോട്ടെ, അത് ആ വഴിക്കൊന്ന് വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ആദർശിനെയൊക്കെ പോയതിനു ശേഷം കിച്ചണിലേക്ക് കയറുന്നുണ്ട്. ദേവേനെ ചോദിക്കാണ്, ഇന്നെന്താ ഇത്ര താമസിച്ചത്, എന്തുകൊണ്ട് അടുക്കളക്കാണ് താമസിച്ചെന്നൊക്കെ ചോദിക്കുമ്പം, താമസിച്ചില്ലമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ലഞ്ചിന്റെ പരിപാടിയല്ലേ, അത് ഇവരെല്ലാം പറഞ്ഞിട്ട് അതിന് ശേഷം തുടങ്ങിയാൽ പോരെ, അതുകൊണ്ടാണ് പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, അവനെന്താ തന്നെ പോകാൻ അറിയില്ലേ, നീ ചെന്നാലേ അവനെ പറഞ്ഞാൽ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കാണ്. അല്ലമ്മേ, ആദർശിനിപ്പം എല്ലാം എടുത്തു കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് പറയാണ്. അതെ, നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ നീയാണോ അവനെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കാണ്. അതല്ലമ്മേ, അമ്മ ശ്രദ്ധിച്ചു നോക്കിയോ, ആദർശേടന് കുളി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഞാൻ റൂമിലില്ലെങ്കിൽ ആദർശന് ഉറപ്പായിട്ടും വിളിച്ചിരിക്കും, വാച്ച്താ ഫോണുതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാമ്മേന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് നല്ല സ്വഭാവത്തിൽ ജീവിച്ചോണം തന്നെ മോന, നീ ഇപ്പൊ എല്ലാം മാറ്റിയെടുത്തെന്ന് പറയുന്നുണ്ട്. ഞാനായിട്ടൊന്നും മാറ്റിയെടുത്തല്ലമ്മേ, ആവശ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അല്ല, നീയായിട്ട് തന്നെ മാറ്റിയെടുത്താന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചോദിക്കാണ്, അമ്മ എന്തൊക്കെയായി പറഞ്ഞത്, ഞാൻ എന്ത് മാറ്റിയെടുക്കാനാ, അല്ലെങ്കിൽ തന്നെ ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അയാൾ തന്നെയാ, അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് മാറ്റാനൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെടാം കേട്ടോ. എന്താണ് നിങ്ങളുടെ ദേഹത്ത് തട്ടിക്കയറുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, തട്ടിക്കയറുന്നതല്ലമ്മേ, ഞാൻ കാര്യം പറഞ്ഞല്ലേ, ഞാൻ ആദർശേട്ടനോട് ഒന്നും നിർബന്ധിച്ചിട്ടില്ല, ആദർശോട് സ്വയമേ ചെയ്യുന്നതാ എല്ലാം എന്ന് പറയാൻ കേട്ടോ. വേണ്ട, നീ മിണ്ടി പോകരുത്, നീയാ എല്ലാത്തിനും കാരണക്കാരി, എന്റെ മോന്റെ ജീവിതം നീ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ, അമ്മ എന്തായി പറയുന്നേ, ഞാൻ എങ്ങനെ മോന്റെ ജീവിതം നശിപ്പിച്ചുന്ന, ഞാൻ ഒരു കാരണവശാലും ആദർശേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആദർശേട്ടന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് വന്നത് പോലും എന്റെ മനസ്സറിവോടുകൂടി അല്ല, സാഹചര്യങ്ങൾ മൂലം അങ്ങനെ ചെയ്യേണ്ടി വന്നതല്ലേ, എല്ലാം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ, മതി നിർത്തടി, നീ പറഞ്ഞു എങ്ങോട്ടായി കയറി പോകുന്നത്, എനിക്കറിയാം നിന്റെ സ്വഭാവമൊക്കെ, ആ തള്ളയുടെ അല്ലേ മോള് എന്ന് ചോദിക്കാണ്. അമ്മ എന്തിനാ എന്റെ അമ്മേനെയൊക്കെ പറയുന്നത്, അമ്മയെ പോലെ തന്നെ എന്റെ അമ്മയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഹോ, നിന്റെ അമ്മേനെയും എന്റെ അമ്മയെ വെച്ച് നീ കമ്പയറിയാണോ, അവളുടെ സ്വഭാവമല്ല എനിക്ക്, അവളെ പോലെ കള്ളത്തരം പറഞ്ഞ് എന്നെ നേരിടുക്കാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനേ എല്ലാം ശ്രമിക്കാറ്, അല്ലാതെ നിന്റെ തള്ളയെ പോലെ മക്കളെ കണ്ടവന്മാരെ കാണിച്ച് അവന്മാരെ സ്നേഹിപ്പിച്ച് ഇതുപോലെ ഓരോ വീട്ടിലേക്ക് പറഞ്ഞേക്കല്ല ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് സങ്കടം വരുന്നുണ്ട്. നിന്റെ അച്ഛനും കാണും ഇതിനൊക്കെ കൂട്ടായിട്ട്, നാണമില്ലല്ലോ അങ്ങേർക്ക് ഒരു ആണാണോ ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ദേ അമ്മേ, ആവശ്യത്തിന് പറയാൻ നിൽക്കണ്ട, ഞാനും എന്റെ അമ്മയും എന്റെ ചേച്ചിയും തെറ്റിയിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്റെ അച്ഛൻ അങ്ങനെയല്ല, എന്റെ അച്ഛൻ ഒന്നുപോലെ അറിഞ്ഞല്ല, വെറുതെ എന്റെ അച്ഛനെ ഓർമ്മ പറയല്ലേ എന്ന് പറയുന്നുണ്ട്. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി, പറടി എന്ത് ചെയ്യൂടി എന്ന് ചോദിക്കാണ്. ആവശ്യമില്ലാതെ എന്റെ അച്ഛനെ പറയണ്ട എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിന് ദേഷ്യപ്പെടുന്നുണ്ട്. ഓഹോ, നീയോട് ദേഷ്യപ്പെടാൻ മാത്രം ആവില്ലേ എന്ന് പറഞ്ഞിട്ട് ദേവയാനി കൈ ഉയർത്തി നയനെ അടിക്കാൻ ഇങ്ങനെ ഓങ്ങുകയാറട്ടോ. പെട്ടെന്ന് തന്നെ കൈക്ക് നയനെ കയറി പിടിക്കുന്നുണ്ട്. അമ്മ അടിച്ച് തല്ലുകൊള്ളും ഞാന്, കാരണം ഞാൻ അമ്മയുടെ മോളെ പോലെ എനിക്ക്, അതമ്മ അംഗീകരിക്കുന്ന കാലത്ത്, അല്ലാതെ ഇപ്പൊ അമ്മ എന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ അടിക്കാനുള്ള അധികാരമൊന്നും ഇല്ല, എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചു എന്ന് പറ, അപ്പൊ ഞാൻ സമ്മതിക്കാം എന്നെ അടിക്കാന് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കൈ എന്നിട്ട് താഴത്തേക്ക് വിടുന്നുണ്ട്. ഈ സമയത്തേക്ക് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരികയാണ്. അല്ല ദേവയാനി, എന്താ ഇങ്ങനെയൊക്കെ നീ കാണിക്കുന്നത്, വന്ന് കയറിയ ആളെ നീ തല്ലുകയാണോ എന്ന് ചോദിക്കുന്നതിന് കേട്ടോ. അല്ല മുത്തശ്ശ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നയനെ പറയുന്നുണ്ട്, മുത്തശ്ശ എന്റെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, എന്റെ അമ്മയെക്കുറിച്ചും എന്നെക്കുറിച്ചും ചേച്ചിയെക്കുറിച്ചും പറഞ്ഞു, പക്ഷെ ഞങ്ങൾ തെറ്റിയതവരാ, അപ്പൊ ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, പക്ഷെ എന്റെ അച്ഛൻ അങ്ങനല്ല, അച്ഛൻ ഒരു കാര്യം പോലും അറിഞ്ഞതല്ല, അങ്ങനെ ഇരിക്കുമ്പോ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ മുത്തശ്ശ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാ അമ്മേനെ അടിക്കാൻ കഴിയാങ്ങിയപ്പോ ഞാൻ കൈ കയറി പിടിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനെന്താടോ, ഒരാൾ നമ്മളെ തല്ലാനോ കൊല്ലാനോ ഒക്കെ വരുമ്പോ പ്രതികരിക്കേണ്ടത് നമ്മുടെ മനുഷ്യരുടെ സ്വഭാവമല്ലേ, അല്ലാതെ പ്രതികരിക്കാതിരിക്കണമെന്ന് പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ദേവയാനി, നീ എന്താ നയനമ്മളെ അടിക്കാൻ പോയെന്ന് ചോദിക്കാണ് കേട്ടോ. ദേവയാനി തലകുണിച്ച് നിൽക്കാണ്. നീ
ഇവിടെ നിനക്ക് അവരെ തല്ലിക്കോ ഇവരെ തല്ലിക്കോ എന്ന് പറഞ്ഞ് ആരും അവകാശം തന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു കേട്ടോ. ദേവേനി ആകപ്പാടെ നാണം കൊണ്ട് തലകുണി നിൽക്കാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി മേലാൽ ഞാനിത് കാണരുത്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു, നയനമോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. നീ ഇവിടുന്ന് റെസ്പെക്ട് പോലെ ഇരിക്കും, മറ്റുള്ളവരും ഇവിടെ റെസ്പെക്ട് ചെയ്യുക. അടുത്ത ഈ കുടുംബത്തിലെ അവകാശി നയനമോളാ, ഏറ്റവും മൂത്ത കൊച്ചുമരുമകൾ ഇവളാ. അതുകൊണ്ട് ഇവൾക്കായിരിക്കും എല്ലാ സ്ഥാനവും. അത് നിനക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് മര്യാദക്ക് അവിടെ സോറി പറയാന്ന് പറയുന്നുണ്ട്. എന്താ, ഞാൻ സോറി പറയാനോ? അതും ഇവളോട്? അതെ, സോറി പറയണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. നയന പറയാണ്, അയ്യോ മുത്തശ്ശ, അതൊന്നും വേണ്ട. അമ്മ എന്നെ തല്ലാന്നപ്പോ ഞാൻ കൈക്ക് പിടിച്ചതിന് തെറ്റാ. പക്ഷെങ്കില് ഇപ്പൊ എന്നെ അമ്മ എന്റെ മരുമകളായിട്ട് എന്നെ സ്വീകരിച്ചിട്ടില്ല. അതുവരെ എന്നെ അടിക്കാനുള്ള അവകാശം അമ്മയ്ക്കില്ലല്ലോ. എന്നെ അമ്മ മനഃപൂർവ്വമായിട്ട് എന്നെ മരുമകളായിട്ട് സ്വീകരിക്കട്ടെ. അമ്മയ്ക്ക് തല്ലാനും കൊല്ലാനും എല്ലാ അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ സ്വന്തം അമ്മ എന്നെ തല്ലാറുണ്ട്, അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്നെ തല്ലാനും അവകാശമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, നീ തന്നെയാ ഇവരെയൊക്കെ ചീത്തയാക്കുന്നത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനല്ല അച്ഛാ, അങ്ങനല്ല മുത്തശ്ശ, അമ്മ എന്നെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടമുള്ള ശരി തന്നെയാ. പക്ഷെ അമ്മ സോറി പറയാൻ മാത്രം തെറ്റൊന്നും അമ്മ ചെയ്തിട്ടില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. എത്ര പറഞ്ഞാലും നീ നന്നാവില്ലേ, ബാക്കിയുള്ള നന്നാവത്തുള്ളൂ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി അവിടെ ഇങ്ങനെ തലകുണിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നയന അമ്മ സോറി എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. ആ തലകുണിച്ച് പടുക തന്നെ ദേവിയാണ് നിൽക്കുമ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാനെല്ലാം കണ്ടു കേട്ടത്തി, അവൾ നിങ്ങൾ ഏട്ടത്തിന്റെ കൈക്ക് കയറി പിടിച്ചല്ലേ എന്നെ എടുത്ത് ഇത്ര തന്നെ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു അനിയത്തിയാണെന്നുള്ളൊരു അവകാശം വെച്ചിട്ടല്ലേ അങ്ങനെ ഏട്ടത്തിയായിരുന്നല്ലോ ഈ വീട് ആപ്പാടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് പറ്റി എന്ന് ചോദിക്കാൻ കേട്ടോ ജലജ. ഇത്രയും കാലം എന്നെ ചേച്ചി അടിച്ചപ്പോഴോ മറ്റെന്തെങ്കിലും സംഭവിച്ചപ്പോഴോ ആരെങ്കിലും ചോദിക്കാൻ വന്നിട്ടുണ്ടോ? അവളെ അടിച്ചുപാടെ അച്ഛനോട് വന്നത് കണ്ടില്ലേ? അതാ ചേച്ചി പറഞ്ഞത്, ഇപ്പൊ നമുക്കൊന്നും അല്ല ഇവിടുത്തെ അവകാശം, അവൾക്കാ ഇവിടുത്തെ അവകാശം എന്നൊക്കെ പറയുന്നുണ്ട്. ദേവേനി പറയാണ്, നീ ഒന്നും മിണ്ടാതെ പോയേ, അല്ലെങ്കിൽ തന്നെ തലവീർത്ത് നിൽക്കുക എന്ന് കണ്ടോ, അതൊക്കെ സുഖമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി ആദർശിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ജലജ പറയുന്നുണ്ട്, ആദർശനോട് പറയണം ഏട്ടത്തി, അവള് ചെയ്ത എല്ലാ കാര്യങ്ങളും പറയണം. ഏട്ടത്തിലെ കൈ കയറുകൾ പിടിച്ചില്ലേ, അവളെന്ന് വെച്ചാൽ ആരാ, ഇന്ന് തന്നെ അവരുടെ ബന്ധം നമുക്ക് ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏട്ടത്തി അവളുടെ നേരെ കൈ ഉയർത്തിയപ്പം കൈ കയറി പിടിച്ചിട്ട് അച്ഛനെ കൊണ്ട് വഴക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞാല് അതൊക്കെ ആദർശ് വലിയ കാര്യം. ആദർശന് അതൊക്കെ അങ്ങനെയാകുമ്പം ആദർശനെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളും എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. നീ കണ്ടോ, അവൾ ഇവിടെ ഇന്നത്തോടെ പുറത്താകും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ ഇവിടെ കൊച്ചാക്കിയിട്ട് അവളിവിടെ ജീവിക്കണ്ട എന്ന് പറയുന്നുണ്ട് ദേവയാനി. അങ്ങനെ ദേവേനി പറയുന്നുണ്ട്, അവള് വന്ന കാലം തൊട്ട് തുടങ്ങിയതാ അച്ഛന് നമ്മളോട് എല്ലാവരോടും ദേഷ്യം. ഇപ്പൊ അവള് മാത്രം മതി അച്ഛന്. നയന എന്ന് പറഞ്ഞുകൊണ്ട് നയനപുരാണം വായിച്ചുകൊണ്ട് നടക്കില്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ജലജ പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അവൾ അത്രത്തോളം അവരെല്ലാം കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ ഏട്ടത്തി എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതിന്റെ ബാക്കി സ്റ്റോറീസ് ഒക്കെ നമ്മൾ വരുന്നതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.